പുലമൺതോട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് തഹസീൽദാർ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവ്. തോട് സംരക്ഷണ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈകിപ്പിക്കുന്നതായും ഓംബുഡ്സ്മാൻ വിലയിരുത്തി. മാലിന്യ സംസ്കരണത്തിന് സ്വീകരിച്ച നടപടി ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ അടുത്ത സിറ്റിംഗിൽ വിവരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതി കൺവീനർ ഓടനാവട്ടം വിജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ കൃഷ്ണന്റെ ഉത്തരവ്. തെറ്റിദ്ധാരണ പരത്തുന്ന റിപ്പോർട്ടുകളാണ് പല പഞ്ചായത്തുകളും ഓംബുഡ്സ്മാന് നൽകിയതെന്നും പരാതിയുണ്ടായി. പുലമൺതോട് പരിസരത്തെ 4 പഞ്ചായത്തുകളും നടപടി റിപ്പോർട്ട് ഓംബുഡ്സ്മാന് സമർപ്പിച്ചു. സർവേ നടത്തി അളന്നുതിരിച്ച് അതിർത്തികളിൽ കല്ലിട്ടതായി കൊട്ടാരക്കര, മേലില, കുളക്കട പഞ്ചായത്തുകൾ റിപ്പോർട്ട് നൽകി. 360 മീറ്റർ ഒഴികെയുള്ള പ്രദേശത്ത് അതിർത്തി നിർണ്ണയം പൂർത്തിയാക്കിയതായി മൈലം പഞ്ചായത്ത് അവകാശപ്പെട്ടു. കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകിയതായി മറ്റു പഞ്ചായത്തുകളും റിപ്പോർട്ട് നൽകി. എന്നാൽ ഒരാളെ പോലും ഒഴിപ്പിക്കാൻ നടപടിയെടുത്തിട്ടില്ല. പഞ്ചായത്തുകൾ അളന്നു തിട്ടപ്പെടുത്തിയ സ്ഥലത്തിന്റെ കണക്കും ഹാജരാക്കിയിട്ടില്ല. ഈ സാഹചര്യം കണക്കിലെടുത്താണ് തഹസീൽദാർ നേരിട്ടെത്താൻ ഓംബുഡ്സ്മാൻ ആവശ്യപ്പെട്ടത്. മലിനീകരണം മൂലം പുലമൺതോട്ടിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്ന് കൊട്ടാരക്കര പഞ്ചായത്ത് റിപ്പോർട്ട് നൽകിയപ്പോൾ തോട്ടിലെ വെള്ളം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വാദം. കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന പുലമൺതോട്ടിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടരുകയാണ്. ഈ വേസ്റ്റ് കൊണ്ടെങ്ങനെ മൂടി കിടക്കും. അഥവാ ഇതിലെ നടന്നു പോകുന്ന നടവഴിക്ക് ആരെങ്കിലും യാത്രക്കാർ വീണ് കഴിഞ്ഞാൽ തീരും. നേരത്തെ ഒരു കൊച്ചുകുട്ടി ഇതിനകത്ത് വീണ് ചത്തത് സ്കൂൾ കുട്ടി. ഇതിപ്പം പത്രങ്ങളിലും ചാനലുകളിലും ഇഷ്ടംപോലെ ഇത് വന്നതാണ്. പക്ഷേ ഇതുവരെ ആരും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.